വേടന്റെ പുതിയ ആൽബമാണ് മോനലോവ. വിവാദ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴാണ് വേടന്റെ പുതിയ ആൽബമായ മോനലോവ ഇറങ്ങിയത്. മോനലോവ ജനശ്രദ്ധയാർജിച്ചതുപോലെ മോനലോവ എന്ന വാക്കും അതേസമയം ശ്രദ്ധിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ മോനലോവ എന്താണ്? ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് മോനലോവ. ഭൂമിയുടെ കൃത്രിമ താഴ്ചകളിലൂടെയുള്ള അളവിലാണ് ഇതിന്റെ അസാധാരണത്വം പ്രകടമാകുന്നത്. കടലിനടിയിൽ നിന്ന് കണക്കാക്കിയാൽ ഇതിന്റെ ഉയരം 33,500 അല്ലെങ്കിൽ 10,210 മീറ്ററാണ്. അതായത് എവറസ്റ്റിനേക്കാൾ കൂടിയത്. മോനലോവ എന്നാൽ നീണ്ട പർവ്വതം എന്നാണ് അർത്ഥം. തെക്കേ ഹവായിലെ കാൽഡറയിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് ഹിലോ തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ അഗ്നിപർവ്വതം 120 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ്. മോനലോവയിലേക്ക് ട്രെക്കിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായി 2 പ്രധാന പാതകളാണ് ഉള്ളത്: മോനലോവ ട്രയൽ, ഐനാപ്പോ ട്രയൽ. നിലവിൽ സഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്ന ഏക പാത ഐനാപ്പോ ട്രയലാണ്. (13,250 അടി) ഉയരത്തിലുള്ള മോനലോവ ക്യാബിനിൽ താമസിക്കാനായി പെർമിറ്റ് ആവശ്യമാണ്. മഞ്ഞുവീഴ്ച, ശക്തമായ കാറ്റുകൾ, 0 ഡിഗ്രി താപനില എന്നിവ ഇവിടെ സഞ്ചാരികൾ നേരിടേണ്ടി വരും. ട്രെക്കിംഗ് മാത്രമല്ല, റോഡ് സഞ്ചാരവും ഹെലികോപ്റ്റർ റൈഡ് ഉൾപ്പെടെ ടൂറിസം സവിശേഷതകളും ഇവിടെ ലഭ്യമാണ്. മോനലോവയുടെ ഭൂരിഭാഗവും ഹവായ് അഗ്നിപർവ്വത ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്. ചരിത്രപരമായി പ്രസിദ്ധമായ കിലാവിയ കാൽഡറ, തസ്റ്റൺ ലാവ ട്യൂബ്, ചെയിൻ ഓഫ് ക്രോറ്റസ് റോഡ് തുടങ്ങിയവ ഇവിടെ ഉൾപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് 2022 നവംബറിലാണ് മോനലോവ അവസാനമായി പൊട്ടിത്തെറിച്ചത്. അന്ന് റോഡുകൾക്ക് സമീപം ലാവ ഒഴുക്ക് വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയെങ്കിലും നാശനഷ്ടം ഉണ്ടായില്ല. 1843 മുതൽ ഇത് 33 തവണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഫോടനങ്ങളുടെ രൂക്ഷതയെക്കുറിച്ച് നോക്കിയാൽ മൗണ്ട് സെന്റ് ഹെലൻസ് പോലുള്ള അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് മോനലോവ വ്യത്യസ്തമാണ്. ലാവ പർവ്വത ചരിവിലൂടെ ഒഴുകുന്നതിനാൽ അത് ചുറ്റുമുള്ള ജനങ്ങൾക്ക് രക്ഷോപാധികൾ സ്വീകരിക്കാൻ സമയം കിട്ടുന്നു. എന്നാലും 1926, 1950 കാലഘട്ടങ്ങളിലെ നാശനഷ്ടം കണക്കിലെടുത്ത് അപകട ഭീഷണി ഉയർത്തുന്ന അഗ്നിപർവ്വതങ്ങൾ എന്ന പട്ടികയിൽ മോനലോവയെ ഉൾപ്പെടുന്നു. ആയിരത്തി 1912 മുതൽ ഹവായിയൻ അഗ്നിപർവ്വത നിരീക്ഷണശാല മോനലോവയെ നിരീക്ഷിക്കുന്നു. അന്തരീക്ഷ നിരീക്ഷണങ്ങൾക്കായുള്ള മോനലോവ ഒബ്സർവേറ്ററിയും സൂര്യ നിരീക്ഷണങ്ങൾക്കായുള്ള മോനലോവ സോളാർ ഒബ്സർവേറ്ററിയും പർവ്വതത്തിന്റെ മുകൾ ഭാഗത്താണ് പ്രവർത്തിക്കുന്നത്. ഭൗമശാസ്ത്ര പഠനത്തിന്റെയും തീവ്ര സാഹസിക സഞ്ചാരത്തിന്റെയും സമന്വയമായ മോനലോവ ഒരു പ്രകൃതി വിസ്മയമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു.